കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല ഈ സുപ്രഭാതത്തിൽ നടന്നു. രമേശ് ചെന്നിത്തലാസ് വോക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്. അടിപൊളി ജേഴ്സിയൊക്കെയാണല്ലോ. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഈ വിപത്തിനെതിരെ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനകത്ത് ജാതി, മതം, രാഷ്ട്രീയം ഒന്നുമില്ല. കേരളം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ, പ്രത്യേകിച്ച് മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും ശക്തമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളം ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും വ്യാപകമാണ്. കേരളത്തിലെ പുതിയ തലമുറയെ ബാധിക്കുന്ന ഈ മയക്കുമരുന്നിന്റെ വ്യാപനം തടയാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും വേണം. ബോധവൽക്കരണം ഞങ്ങൾക്ക് നടത്താൻ കഴിയും. നടപടി ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ്. അതുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു ഇലക്ഷൻ ഡേയിലാണ് നിൽക്കുന്നത്. എന്താണ് UDFന്റെ പ്രതീക്ഷ? UDF വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണ ചെറിയ അപാകത പറ്റിയെങ്കിൽ ഇത്തവണ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി UDF ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിൽ നേരിടും, ജയിക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വലിയ എഡ്ജ് UDFന് ഈ കാലത്തെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഒരു തുടക്കത്തിൽ ചെറിയ കല്ലുകടി കാണുന്നുണ്ടോ? മുന്നണിക്കകത്തല്ല, അവിടുത്തെ PV അൻവറിന്റെ ഭാഗത്തു നിന്നൊക്കെ. മുന്നണി ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അൻവറുമായി ഞാൻ സംസാരിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായി തോന്നുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്, ഒറ്റക്കെട്ടായിട്ടാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഒരു മനസ്സോടെ മുന്നോട്ട് പോകും. അൻവറുമായി സംസാരിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഷൗക്കത്ത് എത്രത്തോളം ആപ്റ്റായ കാൻഡിഡേറ്റ് ആണ്? വളരെ നല്ല കാൻഡിഡേറ്റ് ആണ്, ഒരു സംശയവുമില്ല. ആര്യാടൻ ഷൗക്കത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും വൻപിച്ച ആവേശത്തോടെ പ്രവർത്തന രംഗത്ത് സജീവമാണ്. LDFന് അവിടെ സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല. LDFന് സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളൊന്നും അത് പറയുന്നില്ല. സ്ഥാനാർത്ഥി പോലും ഇല്ല അവർക്ക്. അതാണ് അവരുടെ സ്ഥിതി. അവരെ സംബന്ധിച്ച് കുഞ്ഞാലി അവരുടെ വലിയൊരു നേതാവാണ്. ആ കുഞ്ഞാലിയുടെ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇപ്പൊ കഴിഞ്ഞ 2 തവണയാണ് അൻവർ മത്സരിച്ച് അരിവാൾ ചുറ്റിയാലൊന്നുമല്ല. ഇത്തവണയും അങ്ങനെ വരില്ല എന്നൊക്കെ കേൾക്കുന്നു. അത്ര വലിയൊരു നേതാവിന്റെ മണ്ണാണ്. അതെ, അവർ ചെയ്യേണ്ടത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാനാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ പല തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവർ സ്വതന്ത്രന്മാരൊക്കെ വേഷം കെട്ടിച്ചിറക്കുകയാണ് പതിവുള്ളത്. ഏതായാലും നമുക്ക് നോക്കാം എന്താന്ന്. ND അവിടെ മത്സരിക്കുന്ന പോലും ഇല്ല. വോട്ട് കച്ചവടത്തിലേക്കൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെയേറെയുണ്ട്. തന്നെയുമല്ല, കേരള രാഷ്ട്രീയത്തിൽ NDAക്ക് പ്രസക്തിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പോലും നിർത്തണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതിന്റെ അർത്ഥം BJPക്കും NDAക്കും കേരള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല. ഒപ്പം രാഷ്ട്രീയം പറഞ്ഞു. BJP വോട്ട് മറിക്കുന്നു LDFന് അനുകൂലമായി, അതുകൊണ്ടാണ് അവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്ന രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുന്നു. PV അൻവറിനുമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആ തരത്തിൽ നിലമ്പൂരിലേക്ക് അദ്ദേഹം അടുത്ത ദിവസത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വലിയ വിജയം അവിടെ നേടും എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. റീജുവിനൊപ്പം റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.